എന്താണ് ക്രെഡിറ്റ് കാർഡ്സ്? ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക മാളുകളിലും പമ്പിലും ഒട്ടുമിക്ക പബ്ലിക് പ്ലേസുകളിലും ക്രെഡിറ്റ് കാർഡ് സെല്ല് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ബാങ്ക്സ് ഇത്രമാത്രം ഈ ഒരു പ്രൊഡക്റ്റിനെ പുഷ് ചെയ്യാനുള്ള കാരണം? എന്താണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസ്? ഇതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ദി നെയിം ഈസ് സോളമൻ. വെൽക്കം ബാക്ക് ടു സോളോസ് ക്രിയേറ്റിവിസം. എന്താണ് ശരിക്കും ക്രെഡിറ്റ് കാർഡ്സ്? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ലോൺ ആണ്. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലോൺ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റുള്ള ലോൺ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ച് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത പേയ്മെന്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻട്രസ്റ്റും കൊടുക്കേണ്ട വരികയില്ല. നമ്മൾ എത്ര എമൗണ്ട് എടുത്തോ അത് മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അതാണ് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ക്യാഷ് ലിമിറ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഒരേ എമൗണ്ട് ആകണമെന്നില്ല. അവരുടെ സിബിൽ സ്കോർ, സാലറി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ബാങ്കുകാർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്. ക്രെഡിറ്റ് കാർഡുകളുടെ ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈ നൗ പേ ലേറ്റർ എന്ന് വെച്ചാൽ പല സാധനങ്ങളും നമ്മൾ EMI ത്രൂ ഒക്കെ നമുക്ക് ഫ്ലിപ്കാർട്ട് കൂടെയും ആമസോൺ ത്രൂവും നമുക്ക് ഇപ്പോൾ ക്യാഷ് പേ ചെയ്യേണ്ട ഒരു സർട്ടൺ ടൈം പീരീഡ് ആകുമ്പോൾ മാസം മാസം പേയ്മെന്റ് ഈ ക്രെഡിറ്റ് കാർഡിൽ ത്രൂ പേ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് നമുക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടാക്കാൻ പറ്റും. സിബിൽ സ്കോർ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ഒരു ബാങ്കിൽ ചെന്നാൽ ലോണൊക്കെ പെട്ടെന്ന് സാങ്ഷൻ കിട്ടണമെങ്കിൽ നല്ലൊരു സിബിൽ സ്കോർ വേണം. സിബിൽ സ്കോർ സാധാരണ 300 to 900 ആണ്. ഇതിൽ ഒരു 750ക്ക് മേളിലുള്ളതെല്ലാം നല്ല സ്കോറുകളാണ്. അപ്പൊ ഈ സിബിൽ സ്കോർ കൂട്ടാൻ ഈ ക്രെഡിറ്റ് കാർഡുകൾ നമ്മളെ സഹായിക്കും. കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ സിബിൽ സ്കോർ കൂടുക തന്നെ ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമുക്കൊരു എമൗണ്ട് പെട്ടെന്ന് റോൾ ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ വളരെയധികം യൂസ്ഫുൾ ആണ്. അടുത്തതെന്ന് പറയുന്നത് റിവാർഡ് ആൻഡ് ക്യാഷ് ബെനിഫിറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പല ആപ്പ് ത്രൂ പല വെബ്സൈറ്റിൽ പല കമ്പനികളുടെ ഓഫേഴ്സ് നമുക്ക് വളരെയധികം ക്യാഷ് ബാക്സ് കിട്ടാൻ ഉപകാരപ്പെടുന്നതാണ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആണ് ഏറ്റവും മെയിൻ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 45 ഡേയ്സ്, മിക്ക കമ്പനികൾ ബാങ്കുകളുടെയും ചെറിയ വേരിയേഷൻ കാണും ഡേയ്സിൽ. ആക്ച്വലി ബില്ല് ജനറേറ്റ് ചെയ്ത് 15 ഡേയ്സിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തിരിക്കണം. ഓരോ ബാങ്കിനും ഓരോ ഡേറ്റ് ആയിരിക്കും. നമുക്ക് തന്നെ വേണമെങ്കിൽ ബിൽ ജനറേറ്റ് ചെയ്യേണ്ട ഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. സോ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുകളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കുവാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഡിസഡ്വാൻറ്റേജ് നോക്കുന്ന മുമ്പ് എന്തുകൊണ്ടായിരിക്കും ബാങ്ക് ഇത്രയധികം ഈ ഒരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്നത്? അതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളൊരു നിശ്ചിത ഡേറ്റിനുള്ളിൽ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കൂടാതെ നമുക്ക് ആ പേയ്മെന്റ് തിരിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ ഒരു ചാർജസോ ഒന്നുമില്ല. പക്ഷെ എന്നാൽ അവർ പറയുന്ന ഡേയ്സിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ വളരെയധികം വലിയൊരു ഇൻട്രസ്റ്റിൽ നമ്മൾ പേയ്മെന്റ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ ഡെപ്റ്റ് ട്രാപ്പ്. ക്യാഷ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത, ഫൈനാൻഷ്യലി ഡിസിപ്ലിൻ അല്ലാത്ത ആൾക്കാർ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ വളരെയധികം ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ലൈഫ് സ്റ്റൈൽ എല്ലാം ചേഞ്ച് ആവും. അതുകൊണ്ട് അനാവശ്യ സാധനങ്ങൾ, ഇൻസ്റ്റന്റ് ബൈ പല സാധനങ്ങളും മേടിക്കുകയും ഡെപ്റ്റ് ട്രാപ്പിൽ അകപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിലൂടെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഹിഡൻ ഫീസ് ചിലയിടത്ത് നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് വളരെയധികം സൂക്ഷിച്ച് പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഹിഡൻ ഫീസ് കാണാൻ പറ്റുന്നതായിരിക്കും. ചില പെട്രോൾ പമ്പിൽ, എക്സാമ്പിൾ പെട്രോൾ പമ്പ്, മിക്ക ബാങ്കുകാരും അവർ കാർഡ് ഉണ്ടാക്കുമ്പോൾ അവർ പല പെട്രോൾ പമ്പുമായിട്ട് ടൈപ്പ് ആയിരിക്കും. അപ്പം നമ്മൾ പോകേണ്ട പെട്രോൾ പമ്പിൽ തന്നെ അടിച്ചില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജസ് കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം നോക്കുവാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഫെസിലിറ്റിയാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.